ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ബാക്ക് എപ്പിസോഡ്. പക്ഷേ ഇന്ന് നമ്മൾ കളിക്കുമ്പോൾ പെസ്സാണ്. പക്ഷേ ഇന്നാണ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പുതിയ അപ്ഗ്രേഡ്. പക്ഷേ ഇന്ന് എൻ്റെ സ്കോഡ് റൂളിങ് കണ്ടോ, ഈ സ്കോഡ് ഫുള്ളായിട്ട് കാണിച്ചു തരും. പക്ഷേ ഇന്നിപ്പോൾ പെസ്സിലെ ഒരു പുതിയ നരൂട്ടോ ടീമിലുള്ള സാധനം വന്നിട്ടുണ്ട്. അതിൻ്റെ കണ്ടോ. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് കളിച്ച് ഇതിൽ കൊടിയക്കാട്ടിന് കിട്ടി, നെയ്മണ്ണും കിട്ടി, ലെവൻഡോസ്കിനും കിട്ടിയിട്ടു. എനിക്ക് കളിപ്പിക്കാൻ ചില അതുപോലത്തെ സ്കോഡാണ്, അതുകൊണ്ടാണ് പക്ഷേ ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്താൽ അവർക്ക് വലിപ്പൊന്നുമില്ല. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഇറ്റ്. ഞാൻ കയറുന്നൊരു ഒരു ബോറടിയാണ്. പക്ഷേ കളിക്കണ്ടോ ഇതിനെ പറഞ്ഞൊരു പുതിയ ഇതൊന്നു കണ്ടോ, ലെവൻഡോസ്കി അത് പിന്നെ ഇപ്പോൾ ഇത് ബെയിലി അതൊക്കെ കിട്ടിയല്ലോ. കിട്ടണം. ഇത് കപ്പാസിറ്റി 200-500 ഉണ്ട് കേട്ടോ. ഇതാണിപ്പോൾ ഞാൻ കാണിച്ചിട്ടാണ് സ്കോഡ്. ദിസ് ഈസ് ന്യൂ സ്കോഡ്. അത് ഇനിയാണ് എൻ്റെ സ്കോഡ് ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എൻ്റെ ഒരുപാട് പൊസിഷൻ ഞാനുള്ള ആദ്യം തുടങ്ങുമ്പോൾ സെൻറ്റർ ബാക്കാണ് പ്ലാൻ ചെയ്യണേ. സെൻറ്റർ ബാക്ക് ഒന്ന് തപ്പണം. എൻ്റെ ഡിസ്ട്രിക്ട് പ്ലേസ് ഉണ്ട്. യെസ്, സെൻറ്റർ ബാക്ക് കിട്ടിയിട്ടോ. യെസ്, സെൻറ്റർ ബാക്ക് 103 സെൻറ്റർ ബാക്കാണ്. അടിപൊളി സെൻറ്റർ ബാക്കാണ് കേട്ടോ. സ്റ്റാറ്റ്സാണെന്ന് വെച്ചാൽ 272 കളി കളിച്ച് ഒരു ഗോളും ഒരു അസിസ്റ്റേ ഉള്ളൂ. ഇറ്റാലിയൻ പ്ലെയർ ഉണ്ട്. ഒരു ഗോളും ഒരു അസിസ്റ്റേ ഉള്ളൂ. യെസ്, 103 സെൻറ്റർ ബാക്ക് ഉണ്ട്. അതുകൊണ്ട് നോക്കണ്ട, റേറ്റിങ്സ് ഉണ്ടാവുള്ളൂ. പക്ഷേ അടുത്ത പ്ലെയർ എന്ന് വെച്ചാൽ അടുത്ത സെൻറ്റർ ബാക്കാണ് നോക്കണേ. തപ്പാൻ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ഇത് ബുദ്ധിമുട്ട് കണ്ടുപിടിക്കാൻ പ്ലേസിനൊക്കെ. അതിലെ ഇഷ്ടംപോലെ പ്ലേസൊക്കെ ഉണ്ടല്ലോ. അടുത്ത സെൻറ്റർ ബാക്കാണ് എൻ്റെ വില്യ സെൽവ. ഇതാണ് വില്യ സെൽവ. അവിടെ കാണേണ്ടത് പൊസിഷൻ കാണിച്ചത്. പൊസിഷനിലാണ് തോന്നണേ. ഇപ്പോൾ നമുക്ക് പൊസിഷൻ കിട്ടുമല്ലോ. അതിന് സ്ക്രോൾ ചെയ്യുമ്പോൾ സെൻറ്റർ ബാക്ക് ഇങ്ങനെ എൻ്റെ സെൻറ്റർ ബാക്ക് സെൽവയുടെ സ്റ്റാറ്റ്സ് മറന്നു. സോറി. സെൻറ്റർ ബാക്ക് 251 കളിച്ച് 0 ഗോൾസാണ്. 0 +3 അസിസ്റ്റ്. ഫ്രാൻസ് സെൻറ്റർ ബാക്ക് ആണ്. 101 സെൻറ്റർ ബാക്ക് ഉണ്ട്. ഇത് വലിയ സെൽവയുടെ അടുക്ക കാർഡ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളൊരു സെൻറ്റർ ബാക്ക് കൂടിയാണ്. ഇത് നമുക്ക് സ്കോഡ് ബിൽഡിങ്ങിനൊക്കെ എടുക്കാം. അടുത്ത പ്ലെയർ എന്ന് വെച്ചാൽ ഇവനാണ്. റിയൽ മാഡ്രിഡ് രണ്ട് ടീം മിക്സ് ആയി പോട്ടെ. റിയൽ മാഡ്രിഡിൻ്റെ ഒരു ചിഹ്നം ഇങ്ങനത്തെ ഒരു ലോഗോ ഉണ്ട്. അപ്പോൾ അടുത്ത പ്ലെയർ റോഡ്രിയുടെ ഡിഫൻഡർ മിഡ്ഫീൽഡർ. ഇതിൽ ഞാൻ മറന്നു, ഫെസിൻ്റെ മറവി 196 അവൻ്റെ ഒരു ഗോളും 3 അസിസ്റ്റും. പാറ്റ്സൽസ് സെൻറ്റർ ബാക്ക് സ്റ്റാറ്റ്സാണ്. ഓക്കെ, എപ്പിക് കൊണ്ടുണ്ട്. പിന്നെ അടുത്തത് റോഡിൻ്റെ സ്റ്റാറ്റ്സ് ഉണ്ടോ. ഇതും കുഴപ്പമില്ല. 272 കളി കളിച്ചു. അതിൽ 6 ഗോളും 16 അസിസ്റ്റും കിട്ടും. സ്കൂളിനാ 122 സോൾവേസ്. 6 ഗോൾ 16 അസിസ്റ്റ്. ഇതാണ് ഈ റോഡിൻ്റെ സ്റ്റാറ്റ്സ്. അടുത്ത നമുക്ക് വീണ്ടും സ്കോഡ് ബിൽഡിങ്ങിൽ തന്നെ കിടക്കാം. അടുത്ത് നമ്മൾ അടുത്ത പ്ലെയർ എന്ന് വെച്ചാൽ ഈ ഗോൾ പൊസിഷനുണ്ട്. ഈ ഗോളിയുടെ ഇതാണ് വെച്ചാൽ പോപ്പുലർ സ്റ്റാറ്റ്സൊക്കെ ഇല്ല. ഒരു ഗോൾ പോലും ഉണ്ടാവില്ല. പിന്നെ അത് ഗോളിയാണ്ട് അതും ഉണ്ടാവില്ല. എസ്പെഷ്യലി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഗോളി ചെയ്യാനുണ്ടോ. ഒരു അലമ്പ് ഗോളിയാണ് കേട്ടോ. എനിക്ക് ബാഡ് ഗോളിയാണ് എനിക്കിഷ്ടമില്ല. പുതിയ ഗോളി കിട്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആരാണ് ഗോളിയെ ചീക്കി. അടുത്ത പേരെന്ന് വെച്ചാൽ പിന്നെ ഡിഫറെൻ്റ് പിന്നെ എന്ത് ചെല്ലു പിന്നെ ഇടയ്ക്ക് പോട്ടെ. അതിൻ്റെ പ്ലേസ് ബാക്കിയൊക്കെ എടുക്കാൻ ഇനി തുർക്കി തന്നെ അങ്ങനെ അവിടെ നിന്ന് തന്നെ വേറുണ്ടോ. സ്റ്റാറ്റ്സ് നമ്മൾ 78 മത്സരം കളിച്ചിട്ട് 2 ഗോളും 8 അസിസ്റ്റുമാണ് കൊടുത്തിട്ടുള്ളൂ. ബാഡ് എന്നാലും
ഇമ്പ്രൂവ് സ്റ്റേഴ്സ് ആകണം കുഴപ്പമില്ല. അടുത്ത് ഞങ്ങൾക്ക് ഓരത്തെ തപ്പിയെടുക്കുന്നത് സത്യച്ച് ബുദ്ധിമുട്ടുന്നു. അടുത്താണ് നമ്മൾ നോക്കുന്നത്. യെസ്, നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് നീമൽ ജൂനിയർ ഉണ്ട് അതിൻ്റെ ടീമിൽ 102 നീമൽ ജൂനിയർ 94 മത്സരം കളിച്ചുകൊണ്ട് കേട്ടോ. നീമൽ ജൂനിയർ അതിൽ 21 ഗോളും 11 അസിസ്റ്റുമാണ് കൊടുത്തിട്ടുള്ളൂ. പ്ലസ് കാണാൻ മെസ്സി ഭയങ്കര ഇഷ്ടമുള്ള കാർഡ്സാണ് കേട്ടോ. എൻ്റെ മെയിൻ സ്ട്രൈക്കറാണ് കേട്ടോ. പക്ഷേ മെയിസ് ഇതാണ് കേട്ടോ. അടുത്ത വെച്ചെൻ്റെ വെച്ചാൽ നോക്കണം ഓണ് സെറ്റാവണ്ടേ. അതിനുവേണ്ടി കഷ്ടപ്പെടണം. 1% തപ്പിയെടുക്കണം. എടുത്തിട്ടുണ്ട് പിന്നെ തപ്പിയുടെ എന്ത് ചെയ്യണം. അപ്പോൾ ധോണിയോട് മോക്കവിൻ്റെ പൊസിഷൻ കളിക്കുന്നത് ഔട്ട് ഓഫ് പൊസിഷനാണ് കേട്ടോ. അവൻ കളിക്കില്ല. അതുകൊണ്ട് നിയമം ഇഷ്ടമുള്ള പ്ലെയറാണ്. ബട്ട് ഞാൻ മെസ്സി ഫാൻ കേട്ടോ. ഞാൻ അത്ര മെസ്സി ഫാനാണ്. ബ്രൂണോക്കാണ് ഞാൻ പൊസിഷൻ സാധനം കൊടുത്തേക്കുന്നത് കേട്ടോ. ഗുഡ് ഐഡിയ തന്നെ. പിന്നെ അച്ചാക്കിലേക്ക് എടുക്കാം. അച്ചാക്കി എൻ്റെ കൈ കൊണ്ട് എടുക്കുക വേറെ പ്ലേസൊക്കെ കിട്ടും. ബ്രൂണോ അടിക്കാൻ വന്നു. സോറി, 61 മത്സരം കളിക്കുന്നുണ്ട് കേട്ടോ. 6 അസിസ്റ്റും 2 ഗോളാണ് കേട്ടോ. മിക്ക പ്ലെയർ അത് അസിസ്റ്റ് കൂടുതലായിരിക്കും, ഗോൾ അടിച്ച് ഭയങ്കര ലോ ആയിരിക്കും. പക്ഷെ എന്നാൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ ഞാൻ അറ്റാക്കിങ്സിനൊക്കെ എടുക്കുവാണ്. ആദ്യം നമ്മൾ ശശക്കോന്ന് പറഞ്ഞാൽ കേട്ടോ. വാട്ട് എ പ്ലെയർ മാൻ. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് കിട്ടിയല്ലോ ഇത് ബെനാഡി കിട്ടണം കേട്ടോ. അടിപൊളി കാർഡാണ്. 5 കളിയാൻ കളിച്ചിട്ടുള്ളൂ. ഷാറ്റ്സ് നോക്കിട്ടോ 11 ഗോളും 1 അസിസ്റ്റും. അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. ഏതോ 5 കളിയിൽ കളിച്ചപ്പോൾ മനസ്സിലായി എഡിക്കൊക്കെ തുളിച്ച് കയറിയാണ് കേട്ടോ. നല്ലൊരു കാർഡാണ് കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേക്ക് കളിപ്പിച്ചോളൂ കേട്ടോ. അടുത്ത് ലെമിൻ യമാൽ. വാട്ട് എ പ്ലെയർ ആയിരിക്കും. ഗൈസ് മെസ്സി മീൻസ് ഫോർമേഷൻ വന്നിട്ടെ ഇതാണോ ഇത് ഫോർമേഷൻ ഡൗട്ട് അടി എന്താ മാർക്കടിക്കുള്ളൂ. ഇങ്ങനെ കൂടെ ആക്കിയുള്ളൂ. അവനവിടെ കളിക്കുക ഔട്ട് ഓഫ് പൊസിഷനോട് അവനെല്ലാം ആക്കിയുണ്ട്. എന്നിട്ട് മെസ്സിൻ്റെ ടീമൊക്കെ വേണ്ടിയിട്ടുണ്ട് വേണ്ടി വരണം. അങ്ങനെ ഇട്ട് കളിപ്പിക്കാമെന്ന് ഓർത്താണ്. മെസ്സി ഇപ്പോൾ സബ്ബുണ്ടായിരുന്നു. അപ്പം ബ്രൂണോനെ അങ്ങോട്ട് തന്നിട്ട് മെസ്സിനെ കൊണ്ട് തന്നു. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ തുടക്കം മുതൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇടാം. മെസ്സിയിലോ അടിപൊളിയായിട്ട് കളിക്കും കേട്ടോ. മെസ്സിക്ക് സ്റ്റാറ്റ്സ് കാണിച്ചു തരാം കേട്ടോ. 338 മത്സരം കളിച്ചിട്ടുണ്ട്. അതിൽ 191 ഗോളും 56 അസിസ്റ്റും. വാട്ട് എ പ്ലെയർ ബൈ മെസ്സി. പ്ലേയേഴ്സ് ഇത്ര കളിപ്പിച്ചുള്ള അതുകൊണ്ടാണ് ഇത്ര സ്റ്റാറ്റ്സ്. എന്നാലും അടിപൊളി കാളാണ് മെസ്സിയുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ ഇന്ത്യ 36 ഗോൾ 55 പഠിച്ചതിന് 23 അസിസ്റ്റ് എന്തോ ഉണ്ട്. ഞാൻ നോക്കിയില്ല. എന്നിട്ട് റാഷ്ഫോർഡ് അപ്പം റാഷ്ഫോർഡിൻ്റെ അടുത്ത് റാഷ്ഫോർഡിന് സോറി റാഷ്ഫോർഡിനെ എപ്പോഴാണ് കണ്ടി ഞാൻ വിട്ടപ്പോഴും കണ്ടില്ല. റാഷ്ഫോർഡ് 2807 റേറ്റിംഗ് ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ ഇല്ല. ഇനി പേസ് സബിലേക്ക് വരാണ്ട്. സബ് നോക്കിയാൽ പിന്നെ നമ്മൾ സ്കൂൾ സെറ്റ് ഔട്ട് അടിപൊളി സ്കോഡ് ഔട്ട് നിങ്ങൾ ഉദ്ദേശിച്ചേക്കാൾ കിട്ടുകോച്ചി സ്കോഡ് ഔട്ടോ. സബിൽ ഇഷ്ടംപോലെ പ്ലേസിലായിരുന്നു. റൊണാൾഡോ ഉണ്ട്, ലെവൻഡോസ്കി, ഇഷ്ടംപോലെ ഓപ്ഷൻസിലുണ്ട്. ഇഷ്ടംപോലെ ഹസാഡ് ഉണ്ട്. വാവ് 103 കാർഡാണ്. പിന്നെ ഡൗൺ ഓൾമോ 102. പാട്ടെ എനിക്ക് കിട്ടിയാണ് ചിലപ്പോൾ. റഫീനിയ പാട്ടപ്പം അതിനകത്ത് ഈ സ്കൂളൊക്കെ അടിപൊളി പൈസ വിലയൊക്കെ ഉണ്ടോ.
ബാക്കി പ്ലേസൊക്കെ തപ്പിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അടുത്തത് സ്നേഹിനെ അക്കൗണ്ട് ഒന്ന് റീച്ചറിന് കാണാം. വാട്ട് എ പ്ലെയർ മാൻ. അടുത്തത് ഊഫിന് പെരുമൊന്നുമില്ലേ അതിന് നോക്കാം. അടുത്തത് ലെവൻഡോസ്കിന്ന് ഇരിക്കാനുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ വെള്ളം വിളിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതിൻ്റെ റേച്ചുള്ളൂ, അതുകൊണ്ട് ഞാൻ എടുക്കുള്ളൂ. ഞാൻ തപ്പുണ്ട്, എന്ത് മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ ഇതാ പെട്ടെന്ന് മനസ്സിലാവുള്ള ഗൈസ്. വിളിച്ച് ഇവനെ ടീമിൽ സെൻറ്റർ ബാക്ക് വന്ന ഗൈസ് നോക്കാം. സാലിയനായിട്ട് അങ്ങോട്ട് അടിയാണ്. സാലിയൻ കുഴപ്പമില്ലാത്ത പെർഫോമൻസുള്ള പ്ലെയറാണ് കേട്ടോ. നല്ല കളിയുള്ള നല്ലൊരു ഇതുള്ള പ്ലെയറാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നേ മെസ്സിനെ അവിടെ നിയമമാക്കിയിട്ട് മെസ്സിനെ ആ സെൻറ്റർ ബാക്കിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് അവനിട്ട് നോക്കും. ഇതായിട്ട് എൻ്റെ ഒറിജിനൽ ഫോർമേഷൻ. മെസ്സിനൊക്കെ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരാം സാധാരണ. ഞാൻ മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ട്. സോറി. ഞാൻ ഫുൾ സ്കോഡ് ഒന്നും കാണിച്ചു തരാം. ഒരു 10 മിനിറ്റ്സ്. ഇതാണ് എൻ്റെ ഫുൾ സ്കോഡ്. ഗോൾ കീപ്പർ മാക്രിയോ, ബട്ട് ഫിഗേഴ്സ് ഇല്ലസിർബിയ, റോഡ്രി, വിക്കേഴ്സ്, നെയ്മർ, യമാൽ, സെസ്കോ ആൻഡ് റാഷ്ഫോർഡ്.